ഇത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ദേവസങ്കേതം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്തു നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും, എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങ്യാർകുളങ്ങര കവലയിൽ ഇറങ്ങി 9 കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ടു എന്നു പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു. മൃഗണ്ടു എന്നു പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ജനിച്ചു. ഏറെക്കാലത്തെ ചിന്തയ്ക്കു ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ടു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു. ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു. ഈ വിധം ശ്രീകണ്ഠന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടുകേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു. പരമശിവഭക്തനായ മാർക്കണ്ഡേയ മുനിയുടെ പിതാവായ മൃഗണ്ടു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ആ വിശ്വാസം. മൃഗണ്ടു മുനി ഒരിക്കൽ ഗംഗാ സ്നാനത്തിനെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്തു മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി. തുടർന്ന് മൃഗണ്ടു മുനി തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു. ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു. കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ. കുലശേഖര ചക്രവർത്തിമാരുടെ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായിത്തീർന്നു. ഈ സമയത്ത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നു. ഈ സമയത്ത് തന്നെ മാടമ്പി, കുറുപ്പ്, പിള്ള, കൈമൾ, പണിക്കർ, വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു. ഈ യോഗത്തിൽ 6 വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി, മരങ്ങാടൻ, കുന്നം, കുഞ്ഞനാടൻ, പുല്ലേലി, മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ. ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി. ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു. പത്തായത്തിൻ കീഴ് വലിയത്താൻ, മാവോലിൽ പണിക്കർ, പനക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ അംഗങ്ങളായിരുന്നു. ഈ വിധം യോഗം രൂപം കൊണ്ടത് ഏതാണ്ട് കൊല്ലവർഷാരംഭത്തോടു കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ്. ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് കണ്ടിയൂർ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിറവ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോന്നത്. പിന്നീട്
കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയുന്നു. ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ക്ഷേത്രത്തിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞു കേൾക്കും. വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു. കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം. കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു. മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട് നടത്തിയിരുന്നത്. ഓണപ്പാട്ടാണ് കണ്ടിയൂർ മറ്റം പടപ്പാട്ട്. ദേശവാസികളുടെ കീഴിൽ കരകളിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തും. പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയക്കും. മുറിവേൽക്കുന്നവർക്ക് ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകിയിരുന്നു. ദേവദാസി സമ്പ്രദായം നിലനിന്ന ക്ഷേത്രമായിരുന്നു കണ്ടിയൂരെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ദേവദാസി ചെറുകര കുട്ടത്തിയെ കണ്ടിയൂർ മറ്റം രാജാവ് കേരളവർമ്മ വിവാഹം കഴിച്ചു എന്ന് 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെട്ട ശിവവിലാസം എന്ന സംസ്കൃത കാവ്യത്തിൽ പറയുന്നു. ഒരു ദാമോദര ചാക്യാരാണ് ഈ കാവ്യത്തിന്റെ രചയിതാവ് എന്ന് സംശയിക്കുന്നു. ഇദ്ദേഹം കണ്ടിയൂർ ക്ഷേത്രത്തിലെ ചാക്യാരായിരുന്നു എന്നും അനുമാനിക്കുന്നു. ചെറുകര കുട്ടത്തി, ചെറുകര ഉണ്ണിയാടി, മുത്തൂറ്റിളയച്ചി, കുറുങ്ങാട്ട് വീട്ടിലെ ഉണ്ണൂലിമാർ, ഉണ്ണിച്ചക്കി, ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ. കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വീട്. ചെറുകര കുട്ടത്തിക്ക് 12 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. ഒടുവിൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത്. ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു. പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം. ഏതാണ്ട് AD 800 വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭിക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉത്സവ കാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിന് ഉപോത്ബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും. പണ്ടുകാലത്ത് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി. പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. പിതാവ് കുലശേഖരവർമ്മനെ പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ഇദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനു ശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു. AD 823 ഇത്. ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത്. AD 1350-നും 65-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ. കിഴക്കോട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത്. 3 പൂജയാണ് ഇവിടെ. നെടുമ്പള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം.
കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ചതുരത്തറയുടെ മുകളിൽ വട്ട ശ്രീകോവിലിലാണ് ദേവന്റെ പ്രതിഷ്ഠ. ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും, സായാഹ്നത്തിൽ പാർവതീ സമേതനായും ഭഗവാൻ ഇവിടെ ഇരുന്നരുളുന്നു. നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പരമേശ്വരൻ, ഗംഗാപതി, വിശ്വനാഥൻ, മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമരുളുന്നു. ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ, ഒരു ദേശത്തിൻ്റെ സർവ്വരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരപ്പൻ.